ചിങ്ങമാസത്തെ നാം വരവേറ്റുകയാണ്. ചുണ്ടൻവെള്ളങ്ങളുടെ ആരോഗ്യത്തിനൊപ്പം കേരളയുടെ മെയ്യും മനസ്സും ഒരുപോലെ തുടിക്കുകയാണ് പൊന്നോണത്തെ വരവേൽക്കുവാൻ. അതെ, ഓണം വരവായി ആഹ്ലാദത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി ഓണം പടിവാതിക്ക് എത്തി നിൽക്കുന്നു. എന്താണ് ഓണം? ഓണം നാം എങ്ങനെ ആഘോഷിക്കണം? ഓരോ ഓണവും നമ്മെ എന്തെല്ലാം ഓർമ്മിപ്പിക്കണം? ഈ വിഷയങ്ങളെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രജാസ്നേഹിയും ഉദാരമനസ്കനുമായിരുന്ന മഹാബലി ചക്രവർത്തി കേരളനാട് ഭരിച്ചിരുന്ന കാലം, എങ്ങും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞിരുന്ന കാലം, തന്റെ പ്രജകളെല്ലാം ഒരുപോലെ ജീവിക്കണം എന്നാഗ്രഹിച്ച ചക്രവർത്തി അവരുടെ സന്തോഷത്തിലും സമൃദ്ധിയിലും വളരെ ശ്രദ്ധാലുവായിരുന്നു. അസൂയകൊണ്ട ദേവന്മാർ അസുര രാജാവായ മഹാബലി ചക്രവർത്തിയെ വരവേൽക്കുവാൻ തീരുമാനിച്ചു. അവർ മഹാവിഷ്ണുവിനെ കണ്ട് സമരമൂർത്തിയും തൽഫലമായി മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ അവതരിക്കുകയും മഹാബലി തമ്പുരാനോട് 3 സ്ഥലം ദാനമായി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഉദാരമനസ്കനായ ചക്രവർത്തി തന്റെ രാജ്യത്തിൽ നിന്ന് 3 സ്ഥലം അളന്നെടുത്തുകൊള്ളാൻ സമ്മതിച്ചു. ഉടനെ ആകാശത്തോടുന്ന വാമനൻ തന്റെ ആദ്യത്തെ ചൂടിൽ ഭൂമി മുഴുവനും രണ്ടാമത്തെ ചൂടിൽ ആകാശം മുഴുവൻ അളന്നെടുത്തു. ചതിയും മറ്റനെയും മനസ്സിലാക്കിയ ചക്രവർത്തി പക്ഷേ തന്റെ വാക്ക് പാലിക്കുന്നതിൽ കുറച്ചു നിന്നു. 3ാമത്തെ ചൂടിനായി സ്ഥലം അന്വേഷിച്ച വാമനന് തന്റെ ശീർഷ് കുറിച്ചു കൊടുത്തു. തന്റെ വാക്ക് അദ്ദേഹം പാലിച്ചു. അങ്ങനെ മഹാനായ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ എത്തുന്ന ദിനമാണ് നാം ഓണമായി ആഘോഷിക്കുന്നത്. ഓണം സമൃദ്ധിയുടെ പ്രതീകമാണ്. കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്നാൽ ചൊല്ല്. ജാതിമത വ്യത്യാസമില്ലാതെ ആകാലവർത്തി ജനങ്ങൾ ഒരുപോലെ ആഘോഷിക്കുന്നു എന്നതാണ് ഓണത്തിന്റെ മാത്രം പ്രത്യേകത. ഓണസദ്യയും മറ്റു കലാകായിക പരിപാടികളും ഓണാഘോഷത്തിനായി നാം സമയം കണ്ടെത്തുന്നു. ഓണസദ്യയിൽ തിരുവാതിരകളിയും പുലിക്കളിയും നാടൻപാട്ട് മത്സരവും വടംവലിയും ഊഞ്ഞാലാട്ടവും ഓണാഘോഷത്തിന് നാം സമയം കണ്ടെത്തും. പ്രജകളുടെ ക്ഷേമത്തിൽ താൽപര്യമുള്ള ചക്രവർത്തിയെ ഓണനാളിൽ നാം സ്മരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാനും അവരെ സഹായിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം ചതിയും മത്തനെയും കളത്തിലുമില്ലാത്ത ഒരു നല്ല നാളെ വരവേൽക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ ഓണാഘോഷത്തിന് ശ്രീരാത്വവും വ്യാപ്തി കൈവരികയുള്ളൂ. ഈ ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണാഘോഷം നേർന്നുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.